Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. സുരക്ഷാ മുൻകരുതലുകളുടെയും നിയമങ്ങളുടെയും ഭാഗമായി പെട്രോൾ പമ്പുകളിൽ നിന്ന് പ്ലാസ്റ്റിക് കുപ്പികളിലോ മറ്റ് ലൂസ് പാത്രങ്ങളിലോ പെട്രോൾ നൽകുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഇന്ധനം നേരിട്ട് വാഹനത്തിന്റെ ടാങ്കിൽ മാത്രമേ അടിച്ചു നൽകാവൂ എന്ന പെട്രോളിയം മന്ത്രാലയത്തിന്റെയും പോലീസിന്റെയും നിർദ്ദേശത്തെ തുടർന്നാണ് നിരോധനം. സുരക്ഷാ മുൻകരുതലുകളുടെയും നിയമങ്ങളുടെയും ഭാഗമായി പെട്രോൾ പമ്പുകളിൽ നിന്ന് പ്ലാസ്റ്റിക് കുപ്പികളിലോ മറ്റ് ലൂസ് പാത്രങ്ങളിലോ പെട്രോൾ നൽകുന്നത് കർശനമായി നിരോധിച്ചു. ഇന്ധനം നേരിട്ട് വാഹനത്തിന്റെ ടാങ്കിൽ മാത്രമേ അടിച്ചു നൽകാവൂ എന്നതാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെയും പോലീസിന്റെയും നിർദ്ദേശം. കുപ്പികളിൽ പെട്രോൾ നിറയ്ക്കുന്നതിന്റെ അപകട സാധ്യതകളായി ചൂണ്ടിക്കാട്ടുന്നത് പെട്രോൾ വളരെ വേഗത്തിൽ തീപിടിക്കുന്ന ഒന്നാണെന്നും സാധാരണ പ്ലാസ്റ്റിക് കുപ്പികളിൽ ഇത് സൂക്ഷിക്കുന്നത് വലിയ അഗ്നിബാധയ്ക്ക് കാരണമാകുന്നു എന്നതുമാണ്. ലഹരി വസ്തുക്കൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവ ഉണ്ടാക്കുന്നതിനായി പെട്രോൾ കുപ്പികളിൽ വാങ്ങി ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ ഇതുവഴി സാധിക്കും. കരിഞ്ചന്തയും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി പൂഴ്ത്തിവെച്ച് ഉയർന്ന വിലയ്ക്ക് നൽകുന്നത് തടയാനും ഇത്തരം നിയന്ത്രണങ്ങൾ സഹായിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം തെക്കുംപാട് ഏഴിമല റെയിൽവേ സ്റ്റേഷന് സമീപം റെയിൽവേ ഭൂമിക്കടുത്ത് താമസിക്കുന്നവർ ഭീതിയുടെ നിഴലിലാണ് കഴിയുന്നത്. ഏതു നിമിഷവും നിലംപൊത്താവുന്ന റെയിൽവേ ഭൂമിയിലെ കൂറ്റൻ മരങ്ങൾ പ്രദേശവാസികൾക്ക് വൻ ഭീഷണിയാകുന്നു. പരാതിപ്പെട്ടിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. കുഞ്ഞിമംഗലം ഏഴിമല റെയിൽവേ ഭൂമിയിലെ മരങ്ങൾ തൊട്ടടുത്ത ജനങ്ങൾക്ക് ഭീഷണി സൃഷ്ടിക്കുന്നു എന്നൊരു പരാതി ഉയർന്നിട്ടുണ്ട്. 4 വർഷം മുൻപ് പരാതിപ്പെട്ടിട്ടും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്നും ആക്ഷേപമുയരുന്നുണ്ട്. പ്രദേശവാസികൾ ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. എന്താണ് യഥാർത്ഥ പ്രശ്നം? ഇത് 4 വർഷം പെട്ടേ നമ്മുടെ ഈ വീട്ടിന് മരം പൊട്ടി വീണാണ്. എന്നിട്ടും റെയിൽവേക്ക് ബന്ധപ്പെട്ട് അവർ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ട് അവർ വേറെ പറഞ്ഞിട്ടുമില്ല. ഇപ്പം 1-ാം തീയതി മാതിരി ആദ്യം മാവ് പൊട്ടി ആദ്യം കൂടും. ഇപ്പം ഭീഷണിപ്പെടുത്തിക്കൊണ്ടത്. ഇപ്പം ചെറിയ കുഞ്ഞുങ്ങൾ അംഗൻവാടി പോകുന്നവരും സ്കൂളിൽ പോകുന്ന കുട്ടികളും യാത്ര പോകുന്നവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കാറിനും സ്റ്റോക്ക് ചെയ്തതും അവരെ വണ്ടിക്ക് ഉപയോഗത്തിൻ്റെ ഭാഗ്യമാണ്. ഇപ്പം ഒരു മാവിൻ്റെ ഈ കൊമ്പും ഇപ്പം പൊട്ടി വീഴാനായിട്ടുണ്ട്. അത് മുറിച്ച് കിട്ടണമെന്ന് അഭിപ്രായം നമുക്കില്ല. ഏകദേശം എത്ര വർഷം പഴക്കമുള്ള മരങ്ങൾ? 400 കൊല്ലം പൊട്ടിയതിൻ്റെ പ്രശ്നം. പരാതിപ്പെട്ട സമയത്ത് എന്താണ് പറഞ്ഞത്? മാവ് പൊട്ടിപ്പോയതിന് ശേഷം പരാതിപ്പെട്ടു. അവർ നോക്കി പോയാലാണ്ട് ഇതൊരു ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മാറ്റണമെന്നില്ല, അതാണ് ആവശ്യം. എന്തെന്നാ ചെറിയ കുഞ്ഞുങ്ങളെല്ലാം കളിക്കുന്നതാണ്. സൈക്കിൾ ചവിട്ടിയിട്ടു അങ്ങനെ. പിന്നെ ആ കാറിലിട നിർത്തലുണ്ട്. വീട്ടിലങ്ങോട്ട് പോവാത്തവര്, റോഡില്ലാത്തവര്. അതുകൊണ്ട് അവർക്കെല്ലാം ഒരു ബുദ്ധിമുട്ടായില്ലേ. എല്ലാവർക്കും വീട്ടിലേക്ക് റോഡൊന്നും ഉണ്ടാവില്ലല്ലോ. അവരുടെ റോഡ് സൈഡിൽ തന്നെ വെച്ചിട്ട് പോകുന്നു. അന്നും അതുപോലെ വെച്ചാന്നുണ്ടോ ഇത് സെക്കൻഡിന്റെ ഇതുകൊണ്ടാണ് അന്ന് വാക്കിയത്. അപ്പോൾ എല്ലാവരുടെ ആവശ്യം ഇത് മുറിച്ച് മാറ്റണം എന്ന് തന്നെയാണ്. മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട്, അപകടങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? ഇത് കംപ്ലീറ്റ് പോയിന്. ഇത് കൊല്ലം ഈ പായകളെല്ലാം കാണില്ലേ, എല്ലാം മാറ്റലും പിടിക്കലും എല്ലാം ബുദ്ധിമുട്ട് തന്നെ. പേടിയാവുന്നു നിൽക്കുമ്പോൾ. വേണ്ടപ്പെട്ട അധികൃതർ ഒന്നും പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പഞ്ചായത്തുകാർ വന്ന് നോക്കിപ്പോയി. അവർ റെയിൽവേറ്റ് ബന്ധപ്പെടാം എന്നിട്ട് മുറിക്കാനും പറഞ്ഞു. അവർ റെയിൽവേൻ്റെ ആൾക്കാർ വന്നു കുറേ പ്രാവശ്യം. അവർ പറഞ്ഞു, നമ്മളോട് പറഞ്ഞു നിങ്ങൾ മുറിച്ചോ, പൈസ ഇങ്ങനെ കൊടുക്കുന്ന പറഞ്ഞു. നമ്മൾ റെയിൽവേൻ്റെ സ്ഥലം നമുക്ക് മുറിച്ച് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ മുറിച്ച് മാറ്റി തന്നെ അല്ലേ. എന്തായാലും എത്രയും പെട്ടെന്ന് നടപടി എടുക്കണമെന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം. കാരണം ഒരുപാട് യാത്രക്കാർ ദൈനംദിനം ഇതുവഴി യാത്ര ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ലൈൻ കമ്പി ഉൾപ്പെടെ ഈ ഒരു റോഡിൻ്റെ മുകളിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ യാത്രക്കാർക്കും അതുപോലെ തന്നെ പ്രദേശവാസികൾക്കും അത്രമേൽ ഭീഷണിയാണ് ഈ മരങ്ങൾ ഉയർത്തുന്നത്. എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. കോവിഡ് മഹാമാരി കാലത്ത് ലോകം വീടുകൾക്കുള്ളിലേക്ക് ചുരുങ്ങിയപ്പോൾ ആളൊഴിഞ്ഞ നഗരവീഥികളിൽ വിശന്നു പൊരിഞ്ഞ പ്രാവുകൾക്ക്
മുന്നിലേക്ക് സ്നേഹദൂതനായി കടന്നു വന്നയാളാണ് പയ്യന്നൂരിലെ കടല വിൽപ്പനക്കാരനായ PK നാരായണൻ. ഒരു ദിവസം പോലും മുടങ്ങാത്ത ചങ്ങാതിപ്രാവിൻ കൂട്ടത്തോടൊപ്പമുള്ള നാരായണന്റെ സ്നേഹക്കൂട്ട് ഇന്ന് പയ്യന്നൂർ നഗരത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ്. കൊറോണ നിയന്ത്രണങ്ങൾ കാരണം ആളൊഴിഞ്ഞ നഗരവീഥികൾ, ഭക്ഷണം തേടി അലഞ്ഞ പ്രാവുകൾ. അന്നാണ് പയ്യന്നൂരിലെ കടല വിൽപ്പനക്കാരൻ PK നാരായണൻ അവയ്ക്ക് കടല വിതറി നൽകാൻ തുടങ്ങിയത്. അന്ന് തുടങ്ങിയ കരുതൽ ഇന്നും ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല. ദിവസവും നാരായണൻ എത്തുന്ന സമയം കാത്തിരിക്കുന്ന പോലെ പ്രാവുകൾ കൂട്ടമായി പറന്നെത്തും. കടല വിതറുന്നതോടെ അദ്ദേഹത്തിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന പ്രാവുകൾ ചിലപ്പോൾ കൈകളിലും തോളിലും കയറി സ്നേഹം പ്രകടിപ്പിക്കുന്ന കാഴ്ചയും പതിവാണ്. ഞാൻ കടല വണ്ടി ഉന്തിയിട്ട് വരുമ്പം പ്രാവെല്ലാം ഒരു പാറി വരും. എന്നിട്ട് അതിലേക്ക് തൂണിൻ്റെ മുകളിലും കമ്പീൻ്റെ മുകളിലും ബിൽഡിങ്ങിൻ്റെ മുകളിലും ആദ്യം കയറി നിൽക്കും. ഞാൻ ചട്ടിക്ക് ഇങ്ങനെ മുട്ടുമ്പോൾ അതെല്ലാം പാറി താഴോട്ട് വരും. അന്നേരം ഞാനും ടാക്സി ഡ്രൈവർമാരും എല്ലാവരും കൂടി അതിന് പ്രാവിന് കടല കൊടുക്കും. ഞാൻ ആ സൗകര്യം പ്രാവ് നയിക്കില്ല. കോവിഡിന് മുമ്പേ ഇല്ലതാണ് ഈ സൗകര്യം. അപ്പോൾ നിങ്ങൾ ആ ശബ്ദം കേൾക്കുമ്പോൾ അത് നിങ്ങൾ കണ്ട ശബ്ദം കേൾക്കുമ്പോൾ വരില്ല. അതുവരെ അവിടെ നിൽക്കുന്നത് കണ്ടിട്ടില്ല. ഇത് മുട്ടുമ്പോൾ അത് ഇങ്ങോട്ട് താഴോട്ട് പോകും. ഇപ്പോൾ ഇടിയില്ല, പ്രാവിനെയും പേടിയില്ല. മറ്റ് വൈദ്യ യാത്രക്കാരിലെ കൂടെ പോകുമ്പോൾ പേടിയില്ല. നമ്മൾ ആൾക്കാരെല്ലാം സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് അതിന് ഒരു പേടി കാര്യമില്ല. മനുഷ്യനും പക്ഷികളും തമ്മിലുള്ള വിശ്വാസത്തിന്റെയും കരുതലിന്റെയും മനോഹരമായ ഉദാഹരണമാണ് ഈ സൗഹൃദം. ഈ കാഴ്ച കാണാൻ ദിവസവും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. കൊറോണ കാലത്ത് ആരംഭിച്ച ഈ ചെറിയ നന്മ ഇന്ന് പയ്യന്നൂരിന്റെ ഹൃദയം കവരുന്ന ഒരു മനോഹര കാഴ്ചയായി മാറിയിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിന്റെയും COAയുടെയും ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. V. കുഞ്ഞികൃഷ്ണൻ MLA അനുമോദനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. പയ്യന്നൂർ COA ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ പയ്യന്നൂർ MLA V. കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ സന്നദ്ധമായിട്ടുണ്ട്. ഇന്നും ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ലഹരിക്കെതിരായിട്ടുള്ള വലിയ നിലയിലുള്ള ക്യാമ്പയിനുകളും നടപടികളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് മുന്നോട്ട് പോകാൻ സമൂഹത്തിന് ഭീഷണിയാകുന്ന ഇത്തരം വിപത്തുകളെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കുന്നതിന് വേണ്ടി യോജിച്ച് പ്രവർത്തിക്കാൻ നമുക്കെല്ലാം ബാധ്യത. ഇതിൽ ക്യാമ്പയിൻ വളരെ പ്രധാനം. അതുകൊണ്ട് മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ ആ ക്യാമ്പയിനിൽ പങ്കാളികളാകാൻ, ഈ മാരകമായ വിപത്തിനെ സമൂഹത്തിൽ ഒഴിവാക്കാൻ നമുക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും പ്രയോജനപ്പെടുത്തുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നിലയിൽ കൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിലെ പ്രവർത്തകരെ ആകെ അഭിനന്ദിച്ചുകൊണ്ട്, ഈ വിജയം നേടിയ കുട്ടികളെ അഭിനന്ദിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു വിജയം നേടാൻ സാധിക്കാത്തവരെന്തോ മോശക്കാരാണ് എന്ന ഒരു ചിന്തയും നമ്മുടെ ആരുടെയും മനസ്സിൽ കടന്നു വരാൻ പാടില്ലാത്തവരാണ്. K. സജീവ് കുമാർ സ്വാഗതം ആശംസിച്ചു. നെറ്റ്വർക്ക് ചാനൽ MD മനോജ് കുമാർ VV അധ്യക്ഷത വഹിച്ചു. പ്രമുഖ കലാകാരൻ കലാമണ്ഡലം സ്വരചന്ദ് ഉദിനൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ K, KCCL MD അനിൽ മംഗലത്ത്, COA ജില്ലാ സെക്രട്ടറി രജീഷ് MR, സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ V, സണ്ണി സെബാസ്റ്റ്യൻ, AV ശശികുമാർ, P ശശികുമാർ, വിനീഷ് കുമാർ, വിൽസൺ മാത്യു, പ്രദീപൻ KK, MV ദീപു, ബൈജു KV, രഞ്ജിത്ത് N, പ്രസാദ് PP, പുരുഷോത്തമൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. COA നോർത്ത് മേഖലാ പ്രസിഡന്റ് രാജൻ KV ചടങ്ങിന് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
ദീർഘകാലമായുള്ള പട്ടയ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്ന് വി കുഞ്ഞികൃഷ്ണൻ MLA നിർദ്ദേശിച്ചു. പയ്യന്നൂർ താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് MLA കർശന നിർദ്ദേശം നൽകിയത്. പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം, തിയേറ്റർ സമുച്ചയം എന്നിവ ഉൾപ്പെടെയുള്ള പയ്യന്നൂർ നഗരവികസന പദ്ധതികൾ സമയബന്ധിതമായി വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ശക്തമായി ഉയർന്നു. യാത്രാക്ലേശവും റോഡുകളുടെ തകർച്ചയും യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയമായി. ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളിൽ പലതും പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാതെ യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നതായി യോഗത്തിൽ പരാതി ഉയർന്നു. ഓണക്കുന്ന്, കരിവള്ളൂർ സർവീസ് റോഡുകളിലെ വൻകുഴികളും കോറം, കക്കയം, തൃക്കരിപ്പൂർ, മാത്തിൽ റോഡുകളിലെ രൂക്ഷമായ വെള്ളക്കെട്ടും പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. വി കുഞ്ഞികൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തഹസിൽദാരുടെ ചുമതല വഹിക്കുന്ന EV വിനോദ് സ്വാഗതം ആശംസിച്ചു. നഗരസഭാ ചെയർമാൻ സരിൻ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ്, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പെരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ മാസങ്ങളായി മൃതദേഹങ്ങൾ സംസ്കരിക്കാതെ സൂക്ഷിക്കുന്നു എന്ന നെറ്റ്വർക്ക് വാർത്തയ്ക്ക് പിന്നാലെ അധികൃതരുടെ അടിയന്തര ഇടപെടൽ. മോർച്ചറിയിലെ സ്ഥലപരിമിതിയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു മൃതദേഹം സംസ്കരിച്ചു. ബന്ധുക്കളെ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ 5 മൃതദേഹങ്ങളായിരുന്നു മാസങ്ങളായി സൂക്ഷിച്ചിരുന്നത്. ഇത് പുതിയതായി എത്തുന്ന മൃതദേഹങ്ങൾ വെക്കാൻ ഇടമില്ലാത്ത വണ്ണം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഈ അവസ്ഥയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവന്നതോടെയാണ് ജനപ്രതിനിധികളും അധികൃതരും സജീവമായി രംഗത്തിറങ്ങിയത്. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഒരു മൃതദേഹം കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് സംസ്കരിച്ചത്. നിയമപരമായ എല്ലാ നടപടികളും പൂർത്തിയാക്കിയായിരുന്നു പഞ്ചായത്തിന്റെ ഈ ഇടപെടൽ. കഴിഞ്ഞ ദിവസം ഇതിലൊരു മൃതദേഹം പോലീസ് വിട്ടുനൽകിയതിനെ തുടർന്ന് പരിയാരം CH സെന്റർ പ്രവർത്തകർ കുളപ്പുറം ശ്മശാനത്തിൽ സംസ്കരിച്ചിരുന്നു. ഇതോടെ മോർച്ചറിയിൽ അവശേഷിച്ചിരുന്ന 5 മൃതദേഹങ്ങളിൽ 2 എണ്ണത്തിന് ഔദ്യോഗികമായി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. അവിടെ 4 എണ്ണമാണ് അവർ പറഞ്ഞത്. അതിലൊന്നാണ് ഇപ്പോൾ നമ്മളിപ്പോൾ സംസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന്, ഒരെണ്ണം കൂടി അടുത്ത ദിവസം മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള നടപടി തുടർന്ന് വരികയാണ്. ഇതിൽ നമുക്കുള്ളൊരു പ്രയാസം, പഞ്ചായത്തിലുള്ള പ്രയാസം, ഇപ്പോൾ ചിരട്ട കിട്ടാനുള്ള പരമ്പരാഗതമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമുക്കുള്ളത്. അത് മാറ്റി വാതകത്തിലേക്ക് പോയാൽ കുറേയും കൂടെ ഇന്നത്തെ നിലയിൽ ചിരട്ടക്കൊക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ അതിനും വലിയ സാമ്പത്തിക ബാധ്യത മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇത് ഏറ്റെടുക്കുക എന്നുള്ളത് പഞ്ചായത്തിൻ്റെ ഒരു ബാധ്യതയാണ്. അത് ഞങ്ങൾ വളരെ ഭംഗിയായി മെഡിക്കൽ കോളേജ് ആവശ്യപ്പെടുമ്പോൾ നിറവേറ്റുന്നു. ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ്? നടപടിക്രമങ്ങൾ അവർ അവിടെ വരുന്ന ആ ബന്ധുക്കളില്ലാത്ത, തിരിച്ചറിയാൻ പറ്റാത്ത ആളുകളില്ലാത്ത, ഏറ്റെടുക്കാൻ ആരും ഇല്ലാത്തതെന്ന് അവർ പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്ന ശവശരീരങ്ങളാണ് നമ്മൾ ഏറ്റുവാങ്ങുക. അതിനാവശ്യമുള്ള രേഖകൾ ഉണ്ടാവണം, പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാവണം. അതുൾപ്പെടെ എല്ലാ കാര്യങ്ങളും വെച്ച് പഞ്ചായത്തിനെ അറിയിച്ചാൽ പഞ്ചായത്ത് അത് ഏറ്റെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. തീവണ്ടികളിൽ ടിക്കറ്റില്ലാതെയും കൃത്രിമ രേഖകൾ കാണിച്ചും യാത്ര ചെയ്യുന്നവർക്കെതിരെ റെയിൽവേ പരിശോധനയും പിഴശിക്ഷയും കർശനമാക്കുന്നു. യാത്രാ നിരക്കിനേക്കാൾ പല മടങ്ങ് വലിയ തുകയാണ് ഇപ്പോൾ പിഴയായി ഈടാക്കുന്നത്. ട്രെയിനുകളിൽ ടിക്കറ്റില്ലാതെയും വ്യാജ യാത്രാരേഖകൾ ഉപയോഗിച്ചും യാത്ര ചെയ്യുന്നവർക്കെതിരെ കടുത്ത നടപടിയുമായി റെയിൽവേ. ടിക്കറ്റ് പരിശോധന കർശനമാക്കിയതിന് പിന്നാലെ പിഴത്തുകയിലും റെയിൽവേ വൻ വർധനവാണ് വരുത്തിയിരിക്കുന്നത്. ട്രെയിനുകളിലെ അനധികൃത യാത്രയും നിയമലംഘനങ്ങളും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് റെയിൽവേ ഇപ്പോൾ പരിശോധനകൾ ശക്തമാക്കിയിരിക്കുന്നത്. വ്യാജരേഖകൾ ചമച്ചാൽ 2000 രൂപ മുതൽ 5000 രൂപ വരെയാണ് റെയിൽവേ പിഴയായി ഈടാക്കുക. കൃത്യമായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുന്നവരിൽ നിന്ന് യാത്രാ നിരക്കിനൊപ്പം കുറഞ്ഞത് 500 രൂപ പിഴ ഈടാക്കും. ജനറൽ ടിക്കറ്റുമായി സ്ലീപ്പർ കോച്ചുകളിലോ AC കോച്ചുകളിലോ കയറി യാത്ര ചെയ്താൽ നിരക്ക് വ്യത്യാസത്തിന് പുറമെ 500 രൂപ വേറെയും പിഴ ഒടുക്കേണ്ടി വരും. പ്ലാറ്റ്ഫോം ടിക്കറ്റില്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ പ്രവേശിക്കുന്നവർക്ക് 1000 രൂപ വരെയാണ് പിഴ ശിക്ഷ. ഇതോടൊപ്പം തന്നെ ട്രെയിനുകളിലെ പുകവലിയും മദ്യപാനവും തടയാനും കർശന നിർദ്ദേശമുണ്ട്. ട്രെയിനിലോ സ്റ്റേഷൻ പരിസരത്തോ പുകവലിച്ചാൽ 200 രൂപ മുതൽ 750 രൂപ വരെ പിഴ ചുമത്തും. എന്നാൽ ട്രെയിനിനകത്ത് മദ്യപിച്ച് യാത്ര ചെയ്യുകയോ സഹയാത്രികർക്ക് ശല്യമുണ്ടാക്കുകയോ ചെയ്താൽ ശിക്ഷ കടുക്കും. 5000 രൂപ വരെ പിഴയോ 6 മാസം വരെ തടവോ, അതുമല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ യാത്രക്കാരന് ശിക്ഷയായി ലഭിക്കും. യാത്രക്കാർ കൃത്യമായി ടിക്കറ്റും രേഖകളും കൈവശം വെച്ച് മാത്രമേ യാത്ര ചെയ്യാവൂ എന്ന് റെയിൽവേ കർശന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 24 വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തിയ ഹവിൽദാർ M. പത്മനാഭന് കണ്ണൂർ വാരിയേഴ്സ് സൈനിക കൂട്ടായ്മ മാതമംഗലത്ത് സ്വീകരണമൊരുക്കി.
സ്വീകരണ പരിപാടി കണ്ണൂർ വാരിയേഴ്സിന്റെ രക്ഷാധികാരി ശൗര്യചക്ര ജേതാവ് PV മനേഷ് ഉദ്ഘാടനം ചെയ്തു. വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തിയ ഹവിൽദാർ M. പത്മനാഭനെ കണ്ണൂർ വാരിയേഴ്സ് സൈനിക കൂട്ടായ്മ മാതമംഗലം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവിധ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ സ്വീകരണമൊരുക്കി. കണ്ണൂർ വാരിയേഴ്സിന്റെ രക്ഷാധികാരി ശൗര്യചക്ര ജേതാവ് PV മനേഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന സ്ഥലത്താണ് പോകേണ്ടത്. അപ്പോൾ നമ്മളോടൊക്കെ പറഞ്ഞത് നമ്മളൊരു 5-10 ആളെ നിർത്തിക്കൊണ്ട് പറഞ്ഞത് ഇങ്ങനെ നിങ്ങൾ വെല്ലിംഗ്ടണിലാണ് പോകേണ്ടത്. ഞാൻ ചിന്തിച്ചു, അപ്പോൾ ഈ ക്രിക്കറ്റ് കളിക്ക് കാണുമ്പോൾ വെല്ലിംഗ്ടൺ എന്നത് ന്യൂസിലാൻഡിൻ്റെ ക്യാപിറ്റലാണ്. ഞാൻ വെറുതെ ചോദിച്ചത് ഒരു സാറോട് ചോദിച്ചു, സാർ നമ്മൾ ന്യൂസിലാൻഡിലാണോ പോകുന്നത്? വെല്ലിംഗ്ടൺ പറഞ്ഞല്ല, ഇങ്ങനെ ഊട്ടി അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമുണ്ട്, അതാണ് മദ്രാസ് റെജിമെൻ്റൽ സെൻറ്റർ. ഏറ്റവും സുന്ദരപരമായിട്ടുള്ള ഏറ്റവും നല്ല ഒരു ഇൻഫൻട്രി ബറ്റാലിയൻ എൻ്റെ ഇൻഫൻട്രി റെജിമെൻറ്റിൽ ഒന്നായിട്ടുള്ള മദ്രാസ് റെജിമെൻറ്റിൽ സുദീർഘമായിട്ട് ആ റെജിമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള മദ്രാസിൽ നിന്ന് 24 വർഷത്തെ സേവനം അനുഷ്ഠിച്ചിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട പത്മനാഭൻ സാർ വന്നത്. വൈസ് ചെയർമാൻ സന്തോഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ കൺവീനർ ഷിനോദ് ബാനു സ്വാഗതം പറഞ്ഞു. റിട്ടയർഡ് സുബൈദാർ മേജർ ചാത്തുക്കുട്ടി നമ്പ്യാർ, റിട്ടയർഡ് സുബൈദാർ നാരായണൻ, കൂടാതെ സാംസ്കാരിക പ്രവർത്തകരായ മധു എരമം, NV ശ്രീനിവാസൻ, P. ഗോപാലൻ, പ്രമോദ് KV എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. മാതൃരാജ്യത്തിനായി ധീരമായി സേവനം അനുഷ്ഠിച്ച് വിരമിച്ച ബ്ലെസൺ P. ജോസിന് പയ്യന്നൂർ സോൾജിയേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണമൊരുക്കി. തുടർന്ന് സ്വന്തം വീടായ ഏറ്റുകൊടുക്കയിലെ വസതിയിലേക്ക് ആനയിച്ച് എത്തിച്ചു. സ്തുത്യർഹമായ രാജ്യസേവനത്തിനു ശേഷം ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തിയ ഏറ്റുകൊടുക്ക സ്വദേശി ബ്ലെസൺ P. ജോസിന് പയ്യന്നൂർ സോൾജിയേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണമൊരുക്കി. ക്ലബ്ബ് സെക്രട്ടറി സജിൻ KVയും പ്രസിഡന്റ് സജിത് കുമാറും മറ്റ് അംഗങ്ങളും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. ക്ലബിന്റെ മറ്റ് 30ഓളം മെമ്പർമാരും സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് ബ്ലെസൺ P. ജോസിന്റെ സ്വദേശമായ ഏറ്റുകുടുക്കിയിലെ വസതിയിലേക്ക് ആനയിച്ച് എത്തിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജൂലൈ 4 അന്താരാഷ്ട്ര സഹകരണ ദിനം ആഘോഷിക്കുമ്പോൾ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കൈത്തറി തൊഴിലാളികളുടെ വേതനം തുടങ്ങിയിട്ട് 8 മാസമാകുന്നു. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ വിഷമിക്കുകയാണിവർ. ജീവിക്കാൻ വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. ഒടുവിൽ കൂലി ലഭിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? കൈത്തറി മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അധികൃതർ കണ്ണടക്കുകയാണ്. സ്കൂൾ കുട്ടികൾക്ക് യൂണിഫോം നെയ്തു നൽകിയ വകയിൽ കൈത്തറി തൊഴിലാളികൾക്ക് 8 മാസത്തെ കൂലി ലഭിക്കാനുണ്ട്. 2025 നവംബറിലാണ് അവസാനമായി യൂണിഫോം നെയ്ത കൂലി ലഭിച്ചത്. പിന്നീടങ്ങോട്ട് ഇവർ ജീവിതം തള്ളി നീക്കുകയായിരുന്നു. ഷർട്ട് 1 മീറ്ററിന് 56 രൂപ 98 പൈസയും സ്യൂട്ടിങ്ങിന് 68 രൂപ 53 പൈസയുമാണ് തൊഴിലാളികൾക്ക് ലഭിക്കുന്നത്. ദിനപ്രതി 5 മുതൽ 7 മീറ്റർ വരെ തൊഴിലാളികൾ നെയ്തെടുക്കും. ചില കൈത്തറിശാലകളിലെ തൊഴിലാളികൾ ഉച്ചവരെ ജോലി ചെയ്ത് ഉച്ചയ്ക്ക് ശേഷം മറ്റു തൊഴിലെടുക്കുകയാണ് പതിവ്. 2019 ഏപ്രിൽ മുതൽ തൊഴിലാളികൾക്ക് പ്രൊഡക്ഷൻ ഇൻസെന്റീവും ലഭിക്കാനുണ്ട്. നിശ്ചിത മീറ്ററിലധികം നെയ്തെടുത്താൽ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന കൂടുതൽ വേതനമാണ് പ്രൊഡക്ഷൻ ഇൻസെന്റീവ്. പലർക്കും 1 ലക്ഷം രൂപ മുതൽ ഇൻസെന്റീവ് ലഭിക്കാനുണ്ട്. നൂലിന്റെ ലഭ്യതക്കുറവ് വ്യവസായത്തിന്റെ മുന്നോട്ടു പോക്കിനെ സാരമായി ബാധിക്കുന്നുണ്ട്. കൃത്യമായി കൂലി ലഭിക്കാത്തത് കൈത്തറി തൊഴിലാളികളുടെ ദുരിതത്തിന് കാരണമാകുന്നുമുണ്ട്. തൊഴിൽ മേഖലയിലെ പ്രതിസന്ധികൾ കാരണം പുതിയ ആളുകളാരും ഈ ജോലിയിലേക്ക് കടന്നു വരുന്നുമില്ല. നെയ്ത്തുപണി എടുക്കാൻ 60 വർഷമായി. ഇപ്പോഴും തുടർച്ചയായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെയും വൈകുന്നേരം നടന്നിട്ട് ഇപ്പം മഴക്കാലമായതുകൊണ്ട് ബസ്സിന് വരും, അല്ലെങ്കിൽ വയലിൽ കിടന്നിട്ടാണ് വരിക. പിന്നെ ഇതിന് ഒരു നമ്മൾ അധ്വാനത്തിനനുസരിച്ച് വേതനം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ യൂണിഫോം ചെയ്യുന്നതുകൊണ്ട് 7 മാസത്തെ കൂലി കിട്ടാനില്ല. ഗവൺമെൻറ് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.
മന്ത്രിമാരുടെ ശരാശരി പ്രായം നോക്കിയാൽ കേരള ചരിത്രത്തിലെ ഏറ്റവും യുവത്വം നിറഞ്ഞതാണ് വി ഡി സതീശൻ നയിക്കുന്ന UDF മന്ത്രിസഭയെന്ന് സന്ദീപ് വാര്യർ MLA അഭിപ്രായപ്പെട്ടു. കേരള NGO അസോസിയേഷൻ തൃക്കരിപ്പൂർ ബ്രാഞ്ച് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു പരിപാടിയിലാണ് ആളുകൾ കാത്തിരിക്കുകയാണ്, വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ സർക്കാരിന്റെ തുടക്കത്തിലെ 2 മാസക്കാലത്തെ പ്രവർത്തനം നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും, ഈ സർക്കാർ ഒരു യങ് ഗവൺമെന്റാണ്. മുഖ്യമന്ത്രിയുടെയും MLA-മാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ പ്രായം പരിശോധിച്ചാൽ ഈ സർക്കാർ വളരെ ചെറുപ്പമുള്ള ഒരു സർക്കാർ, പക്ഷേ കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും ചെറുപ്പമുള്ള സർക്കാരാണ് രൂപീകരിക്കുന്നത്. സാമ്പത്തിക നിയന്ത്രണം വരുത്തേണ്ട ഘട്ടത്തിലും സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിനെയും ചേർത്ത് പിടിക്കുന്ന വിസ്മയമാണ് സംസ്ഥാനത്തെ UDF സർക്കാർ ആദ്യമാസം തന്നെ കാണിച്ചതെന്ന് സന്ദീപ് വാര്യർ MLA പറഞ്ഞു. തൃക്കരിപ്പൂർ ടൗൺഹാളിൽ നടന്ന കൺവെൻഷനിൽ അസോസിയേഷൻ ബ്രാഞ്ച് പ്രസിഡന്റ് A. സുബിൻ രാജ് അധ്യക്ഷത വഹിച്ചു. NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സുരേഷ് പെരിയങ്ങാനം മുഖ്യപ്രഭാഷണം നടത്തി. KPCC അംഗം കരിമ്പിൽ കൃഷ്ണൻ, തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VM ശ്രീധരൻ, അസോസിയേഷൻ ബ്രാഞ്ച് സെക്രട്ടറി PV പ്രകാശൻ, ട്രഷറർ KK വിശ്വനാഥൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വത്സല കൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് AT ശശി, സെക്രട്ടറി VTP രാജേഷ്, ട്രഷറർ VM രാജേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബ്രിജേഷ് പൈനി, R മധുസൂദനൻ, MV നിഗീഷ്, റെനിൽസൺ K. തോമസ്, ജില്ലാ ഭാരവാഹികളായ PV സുനിൽകുമാർ, M. വിജയകുമാരൻ നായർ, K. അജിത എന്നിവർ പ്രസംഗിച്ചു. സർവീസിൽ നിന്നും വിരമിച്ച സംസ്ഥാന കമ്മിറ്റി അംഗം MD പ്രസീൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് P. കുഞ്ഞികൃഷ്ണൻ, M. സുരേഷ്, P. സുധ, E. ഉഷ എന്നിവർക്ക് കൺവെൻഷനിൽ യാത്രയയപ്പ് നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. എരമം പുല്ലൂര് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ച് നേന്ത്രവാഴയും ചേനയും കൃഷിയൊരുങ്ങുന്നു. വിഷരഹിത പച്ചക്കറിയിലൂടെ വിഷരഹിത ഭക്ഷണം ഭക്തർക്ക് നൽകുന്നതിനായാണ് ഇത്തരമൊരു പദ്ധതി തയ്യാറാക്കുന്നത്. എരമം ശ്രീ പുല്ലൂര് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയ നേന്ത്രവാഴ കൃഷിയുടെ കാഴ്ചകളാണ് നിങ്ങൾ ഇത്രയും സമയം കണ്ടത്. അതൊരുക്കിയ കമ്മിറ്റിക്കാരാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ആശയം വന്നത്? നമ്മുടെ എരമം ശ്രീ പുല്ലൂര് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 17 സംവത്സരങ്ങൾക്ക് ശേഷം ഈ വരുന്ന 2027 ജനുവരി മാസം 8 മുതൽ 11 വരെ പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുകയാണ്. ഈ പെരുങ്കളിയാട്ട മഹോത്സവ സമയത്ത് 4 ദിവസങ്ങളിലായി നമ്മുടെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിനായിട്ടുള്ള ഭക്തജനങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുക. ഈ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ദേവീപ്രസാദമായ അന്നദാനം ഊട്ടുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കടമയായി ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ആ നിലക്ക് തന്നെ ഏറ്റവും വിഷരഹിത പച്ചക്കറി ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായും ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന, നാട്ടിൽ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുക എന്നതാണ് ആഘോഷ കമ്മിറ്റി എന്ന നിലയിൽ ഞങ്ങൾ ഏറ്റെടുത്ത പ്രവൃത്തി. ഇതിൻ്റെ ഭാഗമായി എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കുറ്റൂർ കൃഷിഭവൻ്റെയും സഹകരണത്തോടു കൂടി നമ്മുടെ പ്രദേശത്ത് 2 സ്ഥലങ്ങളിലായി, നടുവിലേക്കുനിയും പുല്ലുവാറിയായി 500ഓളം നേന്ത്രവാഴയും അതുപോലെ തന്നെ 250ഓളം ചേനയും ഇപ്പോൾ കൃഷി ചെയ്ത് ഈ ഒരു 4 മാസം പിന്നിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ലക്ഷ്യം എന്നത് നമ്മുടെ മഴ മാറിക്കഴിഞ്ഞാൽ പൂർണ്ണമായും നമ്മുടെ ജൈവ രീതിയിൽ വെള്ളരിയും അതുപോലെ തന്നെ മത്തൻ, കുമ്പളം, തണ്ണിമത്തൻ ഇവ ഉൽപ്പാദിപ്പിക്കുക, ആവശ്യാനുസരണം ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക്, വെണ്ട ഇതിനാവശ്യമായ ക്യാരി ബാഗുകൾ മണ്ണ് നിറച്ച് നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. മഴ മാറിയ ഉടനെ തന്നെ ആ പ്രവൃത്തിയിലേക്കും സംഘാടക സമിതി നീങ്ങുകയാണ്. പൂർണ്ണമായും ക്ഷേത്രത്തിലെ എത്തുന്ന മുഴുവൻ ആളുകൾക്കും വിഷരഹിത ഭക്ഷണം വിളമ്പുക എന്നതാണ് നമ്മുടെ ഏറ്റെടുത്ത ഏറ്റവും വലിയ വീടുകളിലും ഇതേപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തെ വിവിധ വീടുകളിൽ സൗകര്യപ്രദമായ രീതിയിൽ സ്ഥലം ഉള്ളവർക്ക് അവർക്ക് 10 വീതം വാഴക്കന്നുകൾ നൽകിക്കൊണ്ട് ആ വാഴക്കന്നിൽ കിട്ടുന്ന നേന്ത്രവാഴ കുലയടക്കം ക്ഷേത്രത്തിൽ എത്തിക്കുന്നതിനും, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വിഷാംശം കടന്ന പുറത്തുനിന്ന് വരുന്നതാണ് കരിവേപ്പില. ആ കരിവേപ്പില മുഴുവനായും നമ്മുടെ നാട്ടിലെ നമ്മുടെ വീടുകളിൽ നിന്ന്, നമ്മുടെ പ്രദേശത്തെ വീടുകളിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് പൂർണ്ണമായും വിഷരഹിത പച്ചക്കറിയും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അന്നദാനം നടത്തുക എന്നതാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ ലക്ഷ്യം. ഇതിനുവേണ്ടി വിഭവ സമാഹരണ കമ്മിറ്റിയും അതുപോലെ തന്നെ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീർത്തും എല്ലാ ദിവസങ്ങളിലും അവർ സൗജന്യമായി ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഉദ്യമം വിജയിപ്പിക്കുന്നതിന് വേണ്ടി പെരുങ്കളിയാട്ട ആഘോഷ കമ്മിറ്റിയും അതുപോലെ നാട്ടുകാരുടെയും കൃഷിഭവൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെയും നിർലോഭമായ സഹകരണമാണ് നൽകി വരുന്നത്.
വിഷരഹിത പച്ചക്കറി, അതിലൂടെ വിഷരഹിത ഭക്ഷണം ഏവർക്കും നൽകണമെന്ന ആശയം മുന്നോട്ട് വെച്ചാണ് ഈ മാതൃകാപരമായ പ്രവർത്തനം ഈ കമ്മിറ്റിക്കാർ നടത്തിയത്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഇടപെടൽ മൂലമാണ് 6ാം പ്രവൃത്തി ദിനം ഈ വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടറിൽ ഇടം പിടിക്കാതെ പോയതെന്ന് KPSTA സംസ്ഥാന സെക്രട്ടറി പി ശശിധരൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. KPSTA ചെറുവത്തൂർ ഉപജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നേതൃത്വ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ കലണ്ടർ സെൻസസ് ജോലിയുടെ ഭാഗമായി അധ്യാപകർക്കും ജീവനക്കാർക്കും 10 ദിവസത്തെ ഡ്യൂട്ടി ലീവ് അനുവദിച്ച ഉത്തരവ്, അധ്യാപക തസ്തിക നിലനിർത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ, ക്ലസ്റ്റർ സമയം ക്രമീകരിച്ച ഉത്തരവ്, UID ഇല്ലാത്ത കുട്ടികൾക്ക് EID നമ്പർ നൽകി പരിഹരിക്കാനുള്ള നടപടി, ഇവയെല്ലാം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ശുഭസൂചനയായി കാണുകയാണെന്ന് പി ശശിധരൻ മാസ്റ്റർ പറഞ്ഞു. അവിടെ പറഞ്ഞു UP-യിൽ 1100, 1200 ഹൈസ്കൂളിൽ 1000 മണിക്കൂറൊക്കെ വെച്ച് എല്ലാം കൂട്ടിയാൽ ഒരു 6ാം പ്രവൃത്തി ദിവസം ഈ കലണ്ടറിൽ വരുമായിരുന്നു. പക്ഷേ ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും ഉണ്ടാകുന്ന അരമണിക്കൂർ കൂട്ടി, ഹൈസ്കൂളിൽ വരുന്ന അധിക സമയം കൂട്ടി, ഹൈസ്കൂളിൽ വരുന്ന അധിക പ്രവൃത്തി ദിവസം കൂട്ടി, അങ്ങനെ എങ്ങനെ കൂട്ടിയാലും നമുക്ക് ഈ ദിവസം വേണ്ട. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ സെക്രട്ടറിയോടും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോടും ഞങ്ങൾ പറഞ്ഞു, 1000 മണിക്കൂറാണ്, 1100 മണിക്കൂറാണ്, 1200 മണിക്കൂറാണ്. അല്ലാതെ ദിവസങ്ങൾ 200 വർക്കിംഗ് ഡേ, 202 വർക്കിംഗ് ഡേ എന്ന് വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളിൽ. KPSTA ഉപജില്ലാ പ്രസിഡന്റ് A. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നിർവാഹക സമിതി അംഗം അലോഷ്യസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ഉപജില്ലാ സെക്രട്ടറി CP പ്രീതി, ട്രഷറർ M. ജിഷ, ഹയർ സെക്കൻഡറി ഫോറം സംസ്ഥാന കോർഡിനേറ്റർ T. മധുസൂദനൻ, ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം സംസ്ഥാന കൺവീനർ K. സുഗതൻ, KPSTA വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് KK സജിത്ത്, HM ഫോറം ജില്ലാ ചെയർമാൻ EP വത്സരാജ്, KV വിനോദ്, PC ചിത്രേഷ്, K. ഷിജിത്ത്, P. വിനോദ് കുമാർ, K. വിജയലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു. വിവിധ വിഷയങ്ങളിൽ റിട്ടയർഡ് ഡയറ്റ് പ്രിൻസിപ്പാൾ KK രാമചന്ദ്രൻ നായർ, KPSTA ജില്ലാ സെക്രട്ടറി T. രാജേഷ് കുമാർ എന്നിവർ ക്ലാസുകൾ എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലും കൃഷ്ണ ട്രേഡേഴ്സും സംഘടിപ്പിക്കുന്ന ഫിഫ വേൾഡ് കപ്പ് 2026 പ്രവചന മത്സരത്തിന്റെ 5ാം ദിവസത്തെ വിജയിയെ തിരഞ്ഞെടുത്തു. കുഞ്ഞിമംഗലം സ്വദേശി TK രാജേഷാണ് 5ാം ദിനത്തിലെ വിജയി. വിജയിക്ക് കൃഷ്ണ ട്രേഡേഴ്സിൽ വെച്ച് സമ്മാനം നൽകി. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലും കൃഷ്ണ ട്രേഡേഴ്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഫിഫ വേൾഡ് കപ്പ് 2026 പ്രവചന മത്സരത്തിന്റെ 5ാം ദിവസത്തെ വിജയിയെ തെരഞ്ഞെടുത്തു. കുഞ്ഞിമംഗലം സ്വദേശി TK രാജേഷാണ് 5ാം ദിനത്തിലെ വിജയി. വിജയിക്ക് കൃഷ്ണ ട്രേഡേഴ്സിൽ വെച്ച് സമ്മാനം നൽകി. ജൂൺ 29 മുതലാണ് പ്രവചന മത്സരം ആരംഭിച്ചത്. വേൾഡ് കപ്പ് മത്സരം അവസാന ദിവസം വരെയും പ്രവചന മത്സരം തുടരും. പ്രവചന മത്സരത്തിൽ പങ്കെടുക്കാൻ ഓരോ ദിവസത്തെയും നിങ്ങളുടെ പ്രവചനവും ഫോൺ നമ്പറും രേഖപ്പെടുത്തിയ സ്ലിപ്പ് രാത്രി 8 മണിക്ക് മുൻപായി പെരുമ്പ ബൈപ്പാസ് റോഡിലെ ഐ ഫൗണ്ടേഷൻ എതിർവശത്തുള്ള കൃഷ്ണ ട്രേഡേഴ്സിൽ എത്തിക്കുക. നറുക്കെടുപ്പ് എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് നടക്കും. വിജയികൾക്ക് കൃഷ്ണ ട്രേഡേഴ്സ് നൽകുന്ന സമ്മാനങ്ങൾ കൂടാതെ വേൾഡ് കപ്പ് ഫൈനൽ മത്സര വിജയികളെയും നേടുന്ന ഗോളും പ്രവചിക്കുന്നവർക്ക് കൃഷ്ണ ട്രേഡേഴ്സിന്റെ സ്പെഷ്യൽ സമ്മാനവുമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാസവളം വിലവർദ്ധനവ് പിൻവലിക്കുക, രാസവള ലഭ്യത ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘം പയ്യന്നൂർ ഏരിയ സമ്മേളനത്തിന് കരിവെള്ളൂരിൽ തുടക്കമായി. കേരള കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി വത്സൻ വനോളി ഉദ്ഘാടനം ചെയ്തു. രാസവളം വിലവർദ്ധനവ് പിൻവലിക്കുക, രാസവള ലഭ്യത ഉറപ്പാക്കുക എന്നീ പ്രമേയങ്ങൾ ആവശ്യങ്ങളായി ഉന്നയിച്ച് കർഷക സംഘം പയ്യന്നൂർ ഏരിയ സമ്മേളനത്തിന് കരിവെള്ളൂരിൽ തുടക്കമായി. മാനിക്കുരു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ PP ഭാസ്കരൻ നഗറിൽ നടന്ന സമ്മേളനം കേരള കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി വത്സൻ പനോളി ഉദ്ഘാടനം ചെയ്തു. ഭരണാധികാരികൾ സ്വീകരിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾ ഇവിടെയെല്ലാം ഉയർന്നു വരുന്ന അനീതിക്കെതിരായ അതിശക്തമായ പോരാട്ടങ്ങളുടെ തുടക്കം കുറിക്കുന്ന, സമരങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്ന സമ്മേളനമായിരിക്കും ഈ സമ്മേളനങ്ങളെല്ലാം എന്ന് നാം തിരിച്ചറിയുകയാണ്. അത്തരമൊരു ഘട്ടത്തിൽ 36ാം ദേശീയ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഒത്തുചേർന്ന ഈ പയ്യന്നൂർ ഏരിയ സമ്മേളനം നിങ്ങളെല്ലാം അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്.
ടി നാരായണൻ അധ്യക്ഷത വഹിച്ചു. 2 ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുന്നത്. KV ബാലകൃഷ്ണൻ രക്തസാക്ഷി പ്രമേയവും K സതീശൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. P ഗംഗാധരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ടി നാരായണൻ, TK സുരേന്ദ്രൻ മാസ്റ്റർ, KV പ്രീത എന്നിവർ പ്രസിഡിയമായി. P ശശിധരൻ, AK ഗിരീഷ് കുമാർ, T ഗോപാലൻ, K നാരായണൻ, P രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. തൃക്കരിപ്പൂരിൽ സഹകരണ ജീവനക്കാരുടെ നേതൃത്വത്തിൽ അന്തർദേശീയ സഹകരണ ദിനം ആചരിച്ചു. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് പരിസരത്ത് നടന്ന ചടങ്ങിൽ ജീവനക്കാർ പതാക ഉയർത്തി പ്രതിജ്ഞയെടുത്തു. കേരളത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായതാണ് സഹകരണ സംഘങ്ങൾ. ബാങ്ക് മുതൽ ക്ഷീരസംഘം വരെ, ഉപഭോക്തൃ സ്റ്റോർ മുതൽ കുടുംബശ്രീ വരെ എല്ലായിടത്തും സഹകരണത്തിന്റെ കരങ്ങളുണ്ട്. വരും തലമുറ സഹകരണത്തിന്റെ മൂല്യം മനസ്സിലാക്കി സുസ്ഥിരമായ ഒരു നാളെയെ കെട്ടിപ്പടുക്കാൻ ആഹ്വാനം ചെയ്താണ് അന്തർദേശീയ സഹകരണ ദിനാചരണം നടന്നത്. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്കിൽ സഹകരണ ജീവനക്കാരുടെ നേതൃത്വത്തിൽ നടന്ന സഹകരണ ദിനാചരണ ഭാഗമായി ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി K രാജീവൻ പതാക ഉയർത്തി. K പവിത്രൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. T ഷീബ, P ഷിബു, V ശീതൾ, ഷാജി തൈക്കിൽ, സുബേർ പള്ളത്തിൽ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വിദ്യാർത്ഥികളും യുവജനങ്ങളും അണിചേരണമെന്ന് M വിജിൻ MLA. പഴയങ്ങാടി അടുത്തില വയലപ്ര യുവജന വായനശാല ആൻഡ് ഗ്രന്ഥാലയം സംഘടിപ്പിച്ച വിജയോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ലഹരിയുടെ ഉപയോഗം നാടിന് ആപത്താണ്. ഇതിനെതിരായുള്ള പോരാട്ടത്തിൽ നാം ഓരോരുത്തരുടെയും ഇടപെടൽ അനിവാര്യമാണ്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വിദ്യാർത്ഥികളും യുവജനങ്ങളും അണിചേരണം. ഇന്ന് മികച്ച വിദ്യാഭ്യാസം നേടാനുള്ള അവസരം നമുക്കുണ്ട്. അവനവന്റെ അഭിരുചിക്കനുസരിച്ചുള്ള കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പഠിക്കാൻ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും M വിജിൻ MLA വിജയോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഉണർന്നിരിക്കുമ്പോൾ കണ്ട നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയമായിരിക്കും. ഈ വിജയത്തിന് പിന്നിൽ ഒരുപാട് വിയർപ്പുതുള്ളികൾ തുന്നിച്ചേർത്ത ഒരു കുപ്പായം അണിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ അനുമോദനം ഏറ്റുവാങ്ങുന്നത്. അത് നിങ്ങളുടെ തന്നെയാണ്. കൂടുതൽ വിയർപ്പുതുള്ളികൾ നിങ്ങളുടേതാണ്. അത് നിങ്ങളുടെ കഠിനാധ്വാനമാണ്. അതോടൊപ്പം നിങ്ങളുടെ രക്ഷിതാക്കൾ, നിങ്ങളുടെ അധ്യാപകർ, ഈ നാട് എല്ലാവരുടെയും ആ തുള്ളികളാൽ തുന്നിച്ചേർത്ത ഒരു കുപ്പായത്തിന്റെ അഭിമാനത്തിലാണ് നിങ്ങളുടെ ഇരിക്കുന്നത്. അഭിമാനം ജീവിതത്തിന്റെ അവസാന ഘട്ടം വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. യുവജന വായനശാല പരിസരത്ത് നടന്ന പരിപാടിയിൽ EP ഹേമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. M വിജിൻ MLA ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. SK വിനോദ്, പങ്കജവല്ലി VV, M രാമചന്ദ്രൻ, N രഘുനാഥ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ അവിട്ടന്നാൾ ഭക്തിസാന്ദ്രമായി. വിപുലമായ അന്നദാനത്തിൽ നൂറുകണക്കിന് ഭക്തർ പങ്കാളികളായി. അവിട്ടം നാൾ ചെറുകുന്ന് അന്നപൂർണേശ്വരി ദേവിയുടെ പിറന്നാളായാണ് കൊണ്ടാടുന്നത്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ അവിട്ടം നാൾ ഭക്തിസാന്ദ്രമായി ആചരിച്ചു. ക്ഷേത്ര പാരമ്പര്യമനുസരിച്ച് അതീവ പ്രാധാന്യമുള്ള ദിനമായ അവിട്ടനാളിൽ പുലർച്ചെ മുതൽ പ്രത്യേക പൂജകളും അർച്ചനകളും ദീപാരാധനയും നടന്നു. ദേവിയുടെ അനുഗ്രഹം തേടി വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്തി. അന്നപൂർണേശ്വരി ദേവി അന്നത്തിന്റെ ദേവതയായതിനാൽ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായ അന്നദാനം ഈ ദിനത്തിന്റെ മുഖ്യ ആകർഷണമായി. ദേവസ്വം അധികൃതരുടെയും സേവാസമിതി പ്രവർത്തകരുടെയും വിശ്വാസികളുടെയും സഹകരണത്തോടെയാണ് അന്നദാനം നടന്നത്. ഇന്നത്തെ ദിവസം എല്ലാ വർഷവും അവിട്ടത്തിന് 4-ാം തീയതി അമ്മയുടെ പിറന്നാളായിട്ട് ആഘോഷിക്കുക. അമ്മയുടെ പിറന്നാൾ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഇവിടെ അന്നദാനമുണ്ട്, ഉച്ചക്കും രാത്രിക്കും. പക്ഷെ അവിട്ടം എന്ന് പറയുന്നത് പിറന്നാളാണ്. ഈ നാടിൻ്റെ നാനാഭാഗത്തിലെ ഭക്തജനങ്ങൾ അമ്മയുടെ പിറന്നാൾ ദിവസം ഇവിടെ എത്തിച്ചേരും. അമ്മയെ തൊഴുതു വണങ്ങി അങ്ങനെ ആ ഒരു പ്രസാദ സദ്യ കഴിച്ചിട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് അത്തരം ആൾക്കാരുടെ വന്നു ചേരുന്നത്. ഇവിടെ വന്നു ചേരുമ്പോൾ തന്നെ ആ ഭക്ഷണത്തിൻ്റെ രീതി എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ പിന്നീട് അന്നത്തിന് മുട്ടുണ്ടാവില്ല എന്നും അതുപോലെ തന്നെ വയറ്റിലെന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുമെന്നൊക്കെ ഐതിഹ്യങ്ങളിൽ പറയുന്നുണ്ട്. അവിട്ടനാളിൽ ദേവിയെ ദർശിക്കുകയും അന്നദാനത്തിൽ പങ്കാളികളാവുകയും ചെയ്യുന്നത് കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നിറയുമെന്ന വിശ്വാസമാണ് ഭക്തർക്കുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഈ ദിവസം ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. ക്ഷേത്രത്തിൻ്റെ അന്നദാന പാരമ്പര്യം പ്രദേശത്തിൻ്റെ സാമൂഹിക ഐക്യത്തിൻ്റെയും കരുണയുടെയും മാതൃകയായി ഇന്നും തുടരുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, വെള്ളൂർ ജവഹർ വായനശാല ആൻഡ് ലൈബ്രറി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ചേയ വായനയുടെ വഴികൾ സർഗസംവാദം സംഘടിപ്പിച്ചു.
സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഗ്രന്ഥകർത്താവ് ആർ ഉണ്ണിമാധവൻ കുട്ടികളുമായി സംവദിച്ചു. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സാഹിത്യവും സാഹിത്യവേദിയും വെള്ളൂർ ജവഹർ വായനശാലയും സംയുക്തമായി വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വെള്ളൂർ സ്കൂളിൽ സംഘടിപ്പിച്ച ചേയ നോവൽ ചർച്ച ശ്രദ്ധേയമായി. പ്രിൻസിപ്പാൾ കെ ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സാഹിത്യവും സാഹിത്യവേദി കൺവീനർ PV അഞ്ജലി സ്വാഗതം പറഞ്ഞു. മുഖ്യാതിഥിയായ എഴുത്തുകാരൻ ആർ ഉണ്ണിമാധവൻ ചേയ നോവലിന്റെ രചന, പശ്ചാത്തലം, ജീവചരിത്രത്തെ നോവലായി ആഖ്യാനം ചെയ്യുമ്പോഴുണ്ടായ അനുഭവങ്ങൾ, വായനയുടെ സാമൂഹിക പ്രസക്തി എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും അവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. എൻ്റെ 6ാമത്തെ നോവലാണ് നിങ്ങളിന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. 2025 ഓഗസ്റ്റ് അവസാനമാണ് മാതൃഭൂമി ബുക്സ് അത് പ്രസിദ്ധീകരിച്ചത്. ഇപ്പം പുസ്തകം 4ാം പതിപ്പിലാണ്. ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു പുസ്തകമാണ്. അതിൻ്റെ അവതാരിക എഴുതിയ പ്രൊഫസർ MK സാലിമാഷ അവസാനമായിട്ട് എഴുതിയ അവതാരിക അതിന് ഒരു വലിയ സാഹസമായിരുന്നു. എൻ്റെ ഒരടുത്ത സുഹൃത്ത് എറണാകുളം മഹാരാജാസ് കോളേജിലെ ഹിസ്റ്ററി വിഭാഗം പ്രൊഫസർ ഡോക്ടർ വിനോദ് കുമാർ കല്ലോരിക്കലിൻ്റെ സഹായത്തോടെ ഞാനത് ചെയ്തത്. ചടങ്ങിൽ പ്രിൻസിപ്പാൾ കെ ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അനുശ്രീ VV, അനാമിക MK, ഹരിചന്ദന CM, നിവേദിത KP, കൃഷ്ണതീർത്ഥ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് നോവലിനെക്കുറിച്ചുള്ള തങ്ങളുടെ വായനാനുഭവങ്ങളും വിലയിരുത്തലുകളും അവതരിപ്പിച്ചു. തുടർന്ന് മുഖ്യാതിഥിയെ ആദരിച്ചു. വായനാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. എഴുത്തുകാരനും അധ്യാപകനുമായ MK പ്രസാദ്, വത്സൻ K, PV അഞ്ജലി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കാങ്കോൽ ആലപ്പടമ്പ 15ാം വാർഡ് ADSന്റെ ആഭിമുഖ്യത്തിൽ മഴക്കാല രോഗപ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചെറുപ്പാറ വായനശാല ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി വാർഡ് മെമ്പർ ശോഭ PV ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ 15ാം വാർഡ് ADSന്റെ ആഭിമുഖ്യത്തിൽ മഴക്കാല രോഗപ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചെറുപ്പാറ വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വാർഡ് മെമ്പർ ശോഭ PV ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ADS ചെയർപേഴ്സൺ പുഷ്പവല്ലി K അധ്യക്ഷത വഹിച്ചു. മഴക്കാല രോഗങ്ങളും പ്രതിരോധവും എന്ന വിഷയത്തിലാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ VP മോഹനൻ ക്ലാസ് എടുത്തു. ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഈ പറയുന്ന തുപ്പലുകൾ, ചെറിയ തുപ്പൽ കണങ്ങൾ നമ്മൾ വീഴുന്ന പ്രതലങ്ങളിൽ വീഴും അല്ലേ? അത് കുറച്ച് കഴിയുമ്പോൾ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ രോഗാണുക്കൾ അതിനുണ്ട്. അത് വീണ്ടും നമ്മൾ തട്ടുകയോ അല്ലെങ്കിൽ ഇതാക്കി കഴിയുമ്പോൾ ഈ രോഗാണുക്കൾ നമുക്ക് ശ്വസിക്കാൻ, രോഗമില്ലാത്ത ഒരാളിലേക്ക് ശ്വസിക്കാനും അയാൾക്ക് രോഗം ഉണ്ടാകാനുള്ള അവസ്ഥയുണ്ടാകും. ഇതാണ് ആയുധങ്ങൾ പലരുന്ന രോഗം. വേറെ അടുത്തത് നിങ്ങൾക്കെല്ലാവരും പറഞ്ഞ അടുത്തതാണ് സാധാരണ വെള്ളം. ഭക്ഷണത്തിലൂടെ കുടിവെള്ളത്തിലൂടെയൊക്കെ പറയുന്നത്. സതീശൻ K, പവിത്രൻ KV, രേഷ്മ, പ്രീത KPV തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കുടുംബശ്രീ അംഗങ്ങൾ സ്വരൂപിച്ച രാജേഷ് ചികിത്സാ സഹായ ഫണ്ട് ചികിത്സാ കമ്മിറ്റി രക്ഷാധികാരി T തമ്പാൻ ചടങ്ങിൽ വെച്ച് ഏറ്റുവാങ്ങി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ക്ഷേത്ര പൂരക്കളി അക്കാദമി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൂരക്കളി മറത്തുകളി രംഗത്തെ പ്രമുഖരെ ആദരിക്കുന്നു. പരിപാടിയുടെ ഉദ്ഘാടനം V കുഞ്ഞികൃഷ്ണൻ MLA നിർവഹിക്കും. ക്ഷേത്ര പൂരക്കളി അക്കാദമി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 2026 ജൂലൈ 5 ഞായറാഴ്ച പയ്യന്നൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പൂരക്കളി മറത്തുകളി രംഗത്തെ അതികായനായിട്ടുള്ള അന്തരിച്ച VP ദാമോദരൻ പണിക്കർ, പ്രമുഖ പൂരക്കളി പരിശീലകനും പൂരക്കളി കലാകാരന്മാരുടെ ആദ്യകാല സംഘാടകനുമായിട്ടുള്ള വെള്ളൂർ P നാരായണൻ എന്നിവരുടെയും അനുസ്മരണം സംഘടിപ്പിക്കുന്നു. V കുഞ്ഞികൃഷ്ണൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. ഉത്തര കേരളത്തിലെ പ്രമുഖ മറത്തുകളി പണിക്കന്മാരായ കൊയോങ്കര രാജീവൻ പണിക്കർ, ആണ്ടോൾ P രാജേഷ് പണിക്കർ എന്നിവരുടെ മറത്തുകളി നടക്കും. ഡോക്ടർ CH സുരേന്ദ്രൻ നമ്പ്യാർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പരിപാടിയിൽ SSLC+2 ഉന്നത വിജയികളെയും അധ്യാപന രംഗത്തു നിന്നും വിരമിച്ച NV പ്രകാശൻ പണിക്കരെയും അനുമോദിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ സംഘാടകർ അറിയിച്ചു. പിലാക്കൽ അശോകൻ, UK രമേശൻ, M രഘുനാഥ്, M രാഘവൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ V മോഹനൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ഡോക്ടർ UV ഷേണായി അനുസ്മരണ പ്രഭാഷണം നടത്തി. പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ V മോഹനൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ഡോക്ടർ UV ഷേണായി അനുസ്മരണ പ്രഭാഷണം നടത്തി.
പ്രിയദർശിനി ആശുപത്രി മുഖ്യ രക്ഷാധികാരി VC നാരായണൻ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി അബ്ദുൽ ഖാദർ, രാജഗോപാലൻ, ഡോക്ടർ പ്രസൂൺ പ്രദീപ്, ഡോക്ടർ ജാനി ഭാഷ, ഡോക്ടർ കീർത്തന, രാജീവൻ, VM മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ V മോഹനൻ ഡോക്ടറുടെ ഭാര്യ ലേഖ മോഹനൻ, മകൾ ഡോക്ടർ ഗായത്രി, മറ്റ് കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ സ്ത്രീ വായനകളുടെ പുതുഭാവം പരിപാടി സംഘടിപ്പിച്ചു. പെരളം ക്യാപ്റ്റൻ ലക്ഷ്മി വായനശാലയിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് RK സുധാമണി ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വായനാ പക്ഷാചരണം അനുബന്ധ പരിപാടിയായി സ്ത്രീ വായനകളുടെ പുതുഭാവം സംഘടിപ്പിച്ചു. പെരളം ക്യാപ്റ്റൻ ലക്ഷ്മി വായനശാലയിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് RK സുധാമണി ഉദ്ഘാടനം ചെയ്തു. 32ഓളം വായനശാലകൾ നമ്മുടെ കരിവെള്ളൂർ പെരളം പഞ്ചായത്തിനുണ്ട് എന്നുള്ളത് കണ്ണൂർ ജില്ലയ്ക്ക് തന്നെ അഭിമാനിക്കാൻ വകയുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ അതിലേറെ അഭിമാനിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ വേദി എന്ന് പറയുന്നത് ക്യാപ്റ്റൻ ലക്ഷ്മി എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതൽ പറയാൻ ഇപ്പൊ സമയം കണ്ടെത്തുന്നില്ല. ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ പേരിലുള്ള ഒരു വായനശാല എന്ന് പറയുമ്പോൾ അത് കരിവെള്ളൂരിന്റെ ഒരു സ്വന്തമായി കിട്ടിയ ഒരു അമൂല്യ സമ്പത്ത് എന്നുള്ള നിലയിൽ, കാരണം പഞ്ചായത്തിന്റെ ഒരു പദ്ധതിയിൽ വെച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു ബിൽഡിങ്ങിനകത്ത് വനിതകൾക്ക് മാത്രമായി, കരിവെള്ളൂരിനകത്തെ വനിതകൾക്ക് മാത്രമായിട്ടുള്ള ഒരു ബിൽഡിങ്ങിനകത്ത് അത്തരത്തിലുള്ള ഒരു വായനശാലക്ക് നമുക്ക് സ്ഥലം കണ്ടെത്തുകയും വായനശാല പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. ചടങ്ങിൽ CDS ചെയർപേഴ്സൺ P നിഷ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരി ഉദയ പയ്യന്നൂർ സ്ത്രീകളുടെ വായനാശീലത്തെക്കുറിച്ച് സംസാരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ VV പ്രദീപൻ, സജിനി K, CDS വൈസ് ചെയർപേഴ്സൺ അജിത KV, സുരേഖ M, ധന്യ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഇതോടുകൂടി വാർത്തകൾ അവസാനിച്ചു. നന്ദി.